ഇത് ശരിക്കും ഒരു ആക്ടറായിട്ട് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഹ്യൂമറല്ലേ, അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും ചെയ്യാൻ പറ്റി. ഒരു ഷോട്ടോ ഒരു സീൻ എങ്ങനെയാണ് അത് എടുക്കേണ്ട ആ സ്ട്രഗ്ലിങ്, അതൊരു എത്രത്തോളം ഉണ്ട് ഒരു ഐഡിക്ക് കഷ്ടപ്പാടെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ശരിക്കും ജോമോൻ ബ്രോ അതായത് വന്ന വഴി നോക്കുമ്പോഴേക്കല്ലേ റീൽസിലൂടെ ആയാലും പിന്നീട് ഇപ്പോൾ സിനിമ വന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ ആ ഇതൊക്കെ ഇച്ചിരി ലൈഫ് കരിയറെല്ലാം മാറും. അപ്പോൾ ആ സ്ട്രഗിൾസിന് ഇന്ന് റിസൾട്ട് ഉണ്ടായി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അന്നുണ്ടായ കഷ്ടപ്പാടുകൾക്ക് ഇന്ന് റിസൾട്ട് ആകും. ഇന്ന് ജോമോൻ എന്ന് പറയുമ്പോൾ ഇതിന് ക്യാരക്ടർ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. സന്തോഷമുണ്ട് ബ്രോ, മെയിനായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുക. മുമ്പ് ഭയങ്കര കഷ്ടപ്പെട്ട് വന്നതാണ്. കണ്ടന്റ് ക്രിയേഷനിലൂടെയാണ് സിനിമയിലോട്ട് വരുന്നത്. ഇതൊക്കെ നമ്മുടെ സ്വപ്നമായിരുന്നു, ഇങ്ങനെ തിയേറ്ററിൽ വന്ന് കാണുക എന്നൊക്കെ പറയുന്ന നല്ലൊരു വേഷം ചെയ്യുക എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ്. പകുതി പണിയും ജോണേട്ടനാണ് ചെയ്തിട്ടുള്ളത്. പുള്ളി പറയുന്ന പോലെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹാപ്പിയാണ്. കഷ്ടപ്പെട്ടാണ് വന്നത്, അതിൻ്റെ റിസൾട്ടാണ് ഈ സിനിമ. ഹാപ്പിയാണ്. ജോമോനൊരു നായകനാവണം, ആവേണ്ട ആളാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ജോമോനെ കാസ്റ്റ് ചെയ്തതാണ്. അതുമാത്രമല്ല, ജോമോൻ എത്രയോ തരം ഇമോഷൻസാണ് ഈ സിനിമയിൽ ജോമോൻ്റെ കഥാപാത്രം. ഫണ്ണുണ്ട്, കരയുന്നുണ്ട്, നന്നായിട്ട് ചിരിപ്പിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ കഥാപാത്രങ്ങൾ ഇച്ചിരി കുറവാണ് പലപ്പോഴും സിനിമകളിൽ. അപ്പോൾ അത് ജോമോനെ കൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇവരെയൊക്കെ തിരഞ്ഞെടുത്തത് ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ തിരഞ്ഞെടുത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗപ്പി ചെയ്യുമ്പോൾ ടൊവിനോ നായകനാവുന്ന ആദ്യ സിനിമയായിരുന്നു. അപ്പോൾ ഞാൻ അമ്പിളി ചെയ്യുമ്പോൾ സുഡാനി റിലീസ് ചെയ്യാൻ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ എന്തൊക്കെയോ കണക്ഷൻ അത് തുടക്ക സമയം തന്നെയായിരുന്നു സെർവിൻ ചെയ്തത്. അപ്പോൾ ചെയ്യിപ്പിച്ചെടുക്കാം എന്നൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് നമ്മൾ ആ തീരുമാനം എടുക്കുന്നത്. പലപ്പോഴും അത് വർക്കാവും, വർക്കാവാതിരിക്കും. പക്ഷേ ഈ സിനിമയിൽ എനിക്കതെല്ലാം വർക്കാണ്. എന്തൊരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ ഇന്ന് ടൊവിനോ വലിയ സ്റ്റാർ ആയിരുന്നെങ്കിലും അന്ന് ടൊവിനോയ്ക്ക് അത്ര സ്റ്റാർ വാല്യൂ ഇല്ല. അപ്പം അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് തിരഞ്ഞെടുക്കുക ഒരു വലിയ റിസ്ക്കും കൂടിയാണ്. ഒരു റിസ്ക് എലമെൻറ്റും കൂടി ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സിനിമ നന്നായിട്ട് ഇപ്പോൾ വലിയ വലിയ സ്റ്റാർസ് ഉണ്ടെങ്കിൽ ആൾക്കാർ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ OTT വിട്ട് പോകണമെങ്കിൽ സ്റ്റാർ വാല്യൂ ആയിരിക്കും കൂടുതൽ നോക്കുക. അപ്പം ഇങ്ങനത്തെ റിസ്ക് എടുക്കുന്നത് അത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണോ അതോ അതങ്ങനെ വലിയൊരു റിസ്ക് എലമെൻറ്റ് കൂടി അതിലുണ്ട്? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ റിസ്ക് എടുക്കുകയും ചെയ്യും, അത് അനുഭവിച്ച് തീർക്കുക നമ്മൾ തന്നെയായിരിക്കും. ഒറ്റയ്ക്കായിരിക്കും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടില്ലല്ലോ, ആരും കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനത്തെ സിനിമകൾ TV-യിൽ വരുമ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു, നല്ല സിനിമയാണെന്ന് പറയുന്നു. പക്ഷെ ആ സമയത്ത് അതിന് വേണ്ട വാല്യൂ കിട്ടാതെ വന്നിട്ടുണ്ട്. അതൊന്നും നോക്കണ്ടോ, സിനിമയല്ലേ, അത് കാണുമ്പം കിട്ടും അതിൻ്റെ വാല്യൂ. അതിപ്പം ഇവിടെ തന്നെ ഇരുന്ന് 100 കോടി 50 കോടി മറ്റേ ക്ലബും പരിപാടി അതൊന്നുമല്ല. സിനിമ എന്ന് പറയുന്നത് അതിങ്ങനെ നിങ്ങൾ കണ്ടല്ലോ ചിത്രം, അത് സ്വീകരിക്കും. ചിലപ്പം വർക്കാവത്തില്ല, ചിലപ്പം വർക്കാവും. അതൊക്കെ അതിൻ്റെ വിധിക്ക് വിട്ടുകൊടുക്കുക. നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ല സിനിമയായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ കാസ്റ്റിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ജോമോൻ്റെ. കാരണം എനിക്ക് ഇപ്പോഴത്തെ യങ് ആക്ടേഴ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ജോമോൻ്റെ ആക്ടിങ് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇപ്പോൾ ഏത് സിനിമ കാണുമ്പോൾ ജോമോൻ്റെ ആക്ടിങ് എപ്പോഴും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും, ഭയങ്കര നാച്ചുറൽ ആയിരിക്കും. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ജോമോൻ്റെ ഭയങ്കര ഫാനായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ജോമോനെ നല്ലൊരു കഥാപാത്രം ചെയ്യണം, അല്ലാതെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കോമഡി അതല്ലാതെ നല്ല സീരിയസ് ആയിട്ടുള്ള റോള്, നല്ലൊരു റോള് കാണണമെന്നുണ്ടായിരുന്നു. അതിനെന്തായാലും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചേട്ടൻ്റെ ആക്ടിങ് ഇപ്പോൾ ഈ സിനിമ തുടങ്ങിയ സമയത്ത് ഇന്ദ്രൻ ചേട്ടനെ തന്നെയായിരുന്നു ആ കഥാപാത്രമായിട്ട് കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു സാർ. അതെ, ഇന്ദ്രൻ ചേട്ടൻ്റെ മനസ്സിൽ കണ്ടിട്ടായിരുന്നു ആ കഥാപാത്രം എഴുതിയത്. അതെ അതെ,
ആദ്യം കുറച്ച് വലിയ സിനിമയൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ഉണ്ടായിരുന്നതാണ്. പക്ഷേ നല്ല സിനിമയായിട്ട് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അത് വലതുവശത്ത് കണ്ണീര് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിലുള്ളതായിട്ട് തോന്നി. പക്ഷേ ഈ ഒരു കഥാപാത്രം ഫസ്റ്റ് ആവുന്നുണ്ട് പോസ്റ്റ്മാൻ എന്നുള്ള ആ കഥാപാത്രത്തിൽ ഇന്ദ്രൻ ചേട്ടൻ ഒരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട് ഫസ്റ്റ് തന്നെ ആ കഥാപാത്രം ആവാനായിട്ട്. അത് ഇന്ദ്രൻ ചേട്ടനാണോ അതോ ജോമൻ ചേട്ടനാണോ, ആരാണ് അതിൻ്റെ ഒരു ആ ഒരു കാര്യം ചെയ്തത്, ആ കഥാപാത്രം എങ്ങനെയായി എന്നുള്ളതാണ്. അത് ഫസ്റ്റ് തന്നെ ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് അതെല്ലാവരും ചിരിക്കണം ആ സംഭവം വരുമ്പോൾ. ആ ഒരു ഇത് പറഞ്ഞു കൊടുത്താണോ അതോ അത് ഇവരെ പോലത്തെ ആക്ടേഴ്സിനോട് എന്ത് പറഞ്ഞു കൊടുത്താലും ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ജോമോനെയാണല്ലോ, ഇന്ദ്രൻ സേട്ടനെ പിന്നെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ ജോമോൻ ഭയങ്കര പുതിയ ആളാണ്, ആദ്യമായിട്ടാണ് ഇത്ര ഒരു വലിയ കഥാപാത്രം ചെയ്യുന്നത്. പക്ഷേ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ജോമോൻ പെർഫോം ചെയ്യുന്ന കണ്ടപ്പം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാണ്. നമുക്ക് ആ കഥാപാത്രത്തെ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം, എങ്ങോട്ട് വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു ആക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിരുന്നു. ഇവരെല്ലാവരും എല്ലാ കഥക്കും ബിപിൻ പെരുമ്പള്ളി പുള്ളിനെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പം ആ ലുക്കൊക്കെ പിടിച്ച് നമ്മൾ അതിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ആളുടെ പെർഫോമൻസ് കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ ആ ലൊക്കേഷനിൽ പോലും ആ കഥാപാത്രമായിട്ട് അങ്ങ് ജീവിക്കുമായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. അതിൽ വന്നിരിക്കുന്ന ഓരോ കുഞ്ഞു ക്യാരക്ടർ ചെയ്ത ആൾക്കാർ പോലും നന്നായിട്ട് തന്നെ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്.